അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി പാൽക്കപ്പ, ഉഷാറ് പാൽക്കപ്പയും അതേപോലെ നല്ല ബീഫ് റോസ്റ്റും ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ കുറച്ച് ഗസ്റ്റ് ഉണ്ടായിരുന്നു. ഗസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, ഫാമിലി ഫ്രണ്ട്സ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അവർക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ടുള്ള പാൽക്കപ്പയും അതുപോലെ തന്നെ ബീഫ് റോസ്റ്റും ആണ്. ആ റെസിപ്പിയുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഇന്ന് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 2 കിലോ കപ്പ് എടുത്തിട്ടുണ്ട്. ഫ്രോസൺ കപ്പയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് വേണ്ടിയിട്ട് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കുക്ക് ചെയ്യാൻ അതവിടെ മാറ്റി വെച്ചു. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അതേപോലെ ഒരു 3 വലിയ സവാളയും കൂടി അരിഞ്ഞു വെച്ചതും കൂടി ചേർത്ത് കൊടുത്തു. കുറച്ച് ഉപ്പ്, വളരെ കുറവാണ് ഉപ്പ് ചേർത്തത്, കാരണം ബീഫ് ഓൾറെഡി കുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതിൽ ഉപ്പ് ചേർത്തത് കൊണ്ട് തന്നെ ഇതിലേക്ക് കുറച്ച് മാത്രമേ ഉപ്പ് ചേർത്തിട്ടുള്ളൂ. ഇനി ഒരു പിടി കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് ഒരു ബ്രൗൺ കളർ ആവുന്നവരെ നമുക്കതൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അത് വഴന്നു വരുമ്പോൾ അതിലേക്ക് ഞാൻ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഒരു 4-5 അല്ലി വലിയ വെളുത്തുള്ളിയും അതേപോലെ ഒരു കഷ്ണം ഇഞ്ചി, ഒരു 8-9 പച്ചമുളക് കൂടി ചേർത്ത് ചതച്ച് വെച്ചതാണ്, അതും കൂടി ചേർത്ത് കൊടുത്തു. ഇനി അതിലേക്ക് ഞാൻ പൊടികളായിട്ട് ചേർത്ത് കൊടുക്കുന്നത് നല്ല പെരുംജീരകത്തിന്റെ പൊടിയാണ് കേട്ടോ. പെരുംജീരകത്തിന്റെ 1/2 ടീസ്പൂൺ പെരുംജീരകപ്പൊടി, അതേപോലെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് കുക്ക് ചെയ്തിട്ടുള്ള ബീഫിനെ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പൊ അതിന് വേണ്ടി ഇതൊക്കെ കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വരണം. ആദ്യം ആ പച്ചമണമൊക്കെ മാറി കിട്ടണം കേട്ടോ. ബീഫ് നമ്മൾ ഓൾറെഡി ഒരു 1.5 കിലോ 2 കിലോളം ബീഫോളം ഉണ്ട്. അതിലേക്ക് ഞാൻ ഒരു 2.5 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കുക്ക് ചെയ്ത് എടുത്തതാണ് കേട്ടോ. അപ്പൊ അതൊരു 2 വലിയ വിസലും ഹൈ ഫ്ലെയിമിലും അതുപോലെ തന്നെ ബാക്കി ഒരു 5 വിസിലോളം ഞാൻ ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുത്തിട്ടുള്ള നല്ല സോഫ്റ്റ് ബീഫാണ് കേട്ടോ. അപ്പൊ ഇതൊക്കെ കൂടി അതിലേക്ക് കൊട്ടിയിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണും കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. വീട്ടിൽ പൊടിച്ചിട്ടുള്ള കുരുമുളക് പൊടി തന്നെയാണ് കേട്ടോ. അപ്പൊ അത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് ഇളക്കിയെടുക്കുകയാണ്. ഇനി അപ്പൊ അതൊന്ന് മൂടി വെക്കണം. ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം അതൊരു 2-3 മിനിറ്റോളം കുക്കായിട്ട് ആ സവാളയും ആ ബീഫും കൂടി ഒന്ന് മിക്സായി വരണം. അപ്പോൾ ഒരു റോസ്റ്റ് പരുവത്തിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അധികം വെള്ളമില്ലാതെ ചെറിയൊരു സെമി ഗ്രേവി ആയിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കപ്പ നോക്കാം. കപ്പ നന്നായി വെന്തുടഞ്ഞിട്ടുണ്ട്. അതിന് നമ്മൾ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കേണ്ട ഒരു തവി എടുത്തിട്ട് കേട്ടോ. നന്നായി ഉടച്ചു കൊടുത്ത കപ്പയിലേക്ക് ഇനി നമുക്ക് തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ല കട്ടിക്കനുള്ള പാലാണ് കേട്ടോ. ഒരു തേങ്ങയുടെ പാല് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. നല്ല കട്ടിക്കൻ തന്നെ മിക്സ് ചെയ്തിട്ട് അധികം വെള്ളം ഇല്ലാതെ നല്ല ക്രീമി പരുവത്തിൽ നന്നായി മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം അധികം തിളക്കരുത്. ഇനി നമുക്കൊരു 4-5 അല്ലി ചുവന്നുള്ളി, അതേപോലെ ചീനിമുളക് ഉണ്ടെങ്കിൽ പച്ച ചെറിയ മുളകില്ലേ ചീനിമുളക്, അതുണ്ടെങ്കിൽ അത് ചേർക്കാം, അല്ലെങ്കിൽ പച്ചമുളക്. ഞാൻ 2-3 പച്ചമുളകാണ് ഇവിടെ ചേർത്തേക്കുന്നത്. അതും കുറച്ച് കറിവേപ്പിലും കൂടി ചതച്ചെടുത്തിട്ട് അതിലേക്ക് മിക്സ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മിക്സ് ചെയ്തിട്ട് അത് നമുക്കൊന്ന് മാറ്റി വെക്കാം. മാറ്റി വെച്ചതിന് ശേഷം ഒരു പാൻ ചൂടാക്കി എടുത്തിട്ട് അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയും കൂടിയും ചേർത്ത് കൊടുക്കാം. അത് വെളിച്ചെണ്ണ നന്നായി ചൂടായി വരട്ടെ. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായി പൊട്ടി വരുമ്പോൾ ഉണക്കമുളകും അതുപോലെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അതേപോലെ ചുവന്നുള്ളിയും കൂടി ഇട്ടോ. ഒരു 3-4 അല്ലി ചുവന്നുള്ളി അരിഞ്ഞെടുത്തത് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് വറവിട്ട് കൊടുക്കാം കേട്ടോ നമുക്ക്. അപ്പോൾ അത് വറവിട്ടു. ആ വറവിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അത് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ആ പാൽക്കപ്പയിലേക്ക് അങ്ങനെ ഒഴിച്ചു കൊടുത്തു. അതങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് ഇനി നമുക്കൊരു തവി വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ അതേ കണ്ട മിക്സ് ചെയ്യുമ്പോൾ മോനെ കണ്ടില്ലേ എന്താണ് ഇതിങ്ങനെ കാണാൻ മാത്രമല്ല കേട്ടോ, കഴിക്കാനും നല്ല ടേസ്റ്റാണ് പാൽക്കപ്പ. പാൽക്കപ്പ വീട്ടിൽ ഉണ്ടാക്കാത്തവരാണെച്ചെങ്കിൽ 1 ടൈമെങ്കിലും വീട്ടിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കണം. അതുപോലെ ഇതേ പാൽക്കപ്പ ഉണ്ടായിരുന്നു, അതേപോലെ നല്ല ബീഫ് റോസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ പൊറാട്ട പുറത്തുനിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതും കൂടി ഇതിൽ കൂടെ ഉണ്ടായിരുന്നു. ബീഫ് ഉള്ളതല്ലേ, അപ്പോൾ പൊറാട്ട നമുക്ക് കേരളക്കാർക്ക് മറക്കാൻ പറ്റാത്തൊരു സംഭവമാണല്ലോ പൊറാട്ട. അതുപോലെ തന്നെ നല്ല സുലൈമാനും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങളെല്ലാവരും കൂടി ഇതൊക്കെ എല്ലാവരും കൂടി കഴിച്ചു. നന്നായി അടിച്ചു പൊളിച്ചു, കുറച്ചു നേരം സംസാരിച്ചു. അങ്ങനെയൊക്കെയാണ് കേട്ടോ ഞങ്ങൾ പിരിഞ്ഞത്. അപ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെയും ആവാം അല്ലേ, അതൊരു സന്തോഷം വേറെ തന്നെയാണ് കേട്ടോ. അപ്പം അതേ പിള്ളേരൊക്കെ എല്ലാവരും കൂടിയിട്ട് ഗെയിം കളിക്കണ തിരക്കിലാണ് കേട്ടോ. നമ്മൾ ബാക്കിയുള്ളവരൊക്കെ കൂടി നല്ല സംസാരത്തിലാണ്. അപ്പം അങ്ങനെയൊക്കെ ഒരു രസം. പിള്ളേർ മാത്രമല്ല വലിയവരും കൂടിയിട്ടായിരുന്നു കേട്ടോ ഗെയിം കളിച്ചിരുന്നത്. അപ്പം അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു, നല്ല വർത്താനമൊക്കെ പറഞ്ഞു.
നല്ല രീതിയിൽ പിരിഞ്ഞു കേട്ടോ. അപ്പം പ്രവാസികൾക്ക് ഇതൊക്കെയാണെന്ന് ഒരു രസം. നമുക്ക് വേണ്ടപ്പെട്ടവരൊക്കെ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇങ്ങനെ കൂടുമ്പോൾ പ്രവാസികളാണെങ്കിലും അല്ലെങ്കിലും നമുക്ക് ഇങ്ങനെ കൂടുമ്പോൾ ഒരു രസമല്ലേ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത റെസിപ്പിയായിട്ട് വരാം കേട്ടോ. അതുവരേക്കും ബൈ.